ഇന്ന് പൈനാപ്പിൾ കൊണ്ടാണ് ഒരു കറി തയ്യാറാക്കാൻ പോണേ കേട്ടോ. നമ്മുടെ ചുണ്ടങ്ങ നോക്കൂ, ചുണ്ടങ്ങയൊക്കെ നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. വയലറ്റ് ശംഖുപുഷ്പം, ഇത് കോവയ്ക്ക ചെടിയാണ്. വേലിയിൽ പടർന്ന് നിറയെ പൂവിട്ട് നിൽക്കുകയാണ്. നമ്മുടെ മുളക് പൊട്ടിക്കാനാണ് കേട്ടോ. വെള്ള ചീനി മുളക്, നമ്മുടെ കാന്താരിയാണ്. ഇത് ഓറഞ്ചാണ് കേട്ടോ, മണ്ണുത്തിന്ന് വാങ്ങി വെച്ചതാണ്. ഓറഞ്ച് ചെടി നിറയെ ഉണ്ടായിട്ടുണ്ട്. കുറേ പഴുത്ത് നിൽക്കുന്നുണ്ട്, ചെറിയ ഓറഞ്ച്. പക്ഷേ ഇത് നല്ല പുളിയാണ്. ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ ഇതിൻ്റെ പച്ച പിഴിഞ്ഞാൽ പറ്റും കേട്ടോ. എന്താ രസമല്ലേ. നമ്മുടെ ചീനിമുളകെല്ലാം ഉണ്ടായി കൊണ്ടിരിക്കണേ ഉള്ളൂ, എല്ലാം പൂവിടുന്നേ ഉള്ളൂ. കോവയ്ക്ക പടർന്നിരിക്കണതാണ് കേട്ടോ, നിറയെ ഉണ്ട്. ഇരുമ്പാമ്പളി ഉണ്ടോ? ഇനി നമുക്ക് പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കാം. എന്താ പൈനാപ്പിൾ കറിയാ? പൈനാപ്പിൾ കൊണ്ടാണ് കറി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ പകുതി എടുത്തിട്ടുള്ളൂ. നടാൻ പറ്റുമോ? അത് നടാൻ പറ്റും. ആണോ? തലേനെ നടേ. ആണോ? അപ്പോൾ അത് നമുക്ക് നടാനായിട്ട് വയ്ക്കാം. ബാക്കി പകുതി അവിടെ ഇരിക്കട്ടെ. നമ്മൾ തേങ്ങയും ജീരകവും കൂടി അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പൈനാപ്പിൾ കഷ്ണം ഒന്ന് വേവിച്ചെടുക്കാം. കറണ്ട് പോയി. അപ്പോൾ ബാറ്ററിയിലാണ് ഒരു ലൈറ്റ് കത്തണേ അല്ലേ. അതൊരു 250 ഗ്രാം ഉണ്ടാവും കേട്ടോ, ഒരു 1/4 കിലോ. അപ്പം നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. നമ്മുടെ കുട്ടികളൊന്നും ഇല്ല, അതുകൊണ്ട് അങ്ങനെയുള്ള കറികൾ കേട്ടോ. സ്വല്പം മഞ്ഞൾപ്പൊടി, അതുപോലെ ഉപ്പ്. കുറച്ച് മുളക് പൊടി, പച്ചമുളക് ചേർക്കുന്നുണ്ട് എങ്കിലും ഒരു ചെറിയ സ്പൂണിൻ്റെ 1/2 സ്പൂൺ മുളക്. ഇനി നമുക്കത് വേവിച്ചെടുക്കാം. നമ്മുടെ പൈനാപ്പിളൊക്കെ തള കയറി വരുന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾ തേങ്ങ, ജീരകം, അധികം എരിവില്ല, നല്ല മൂപ്പായിട്ടില്ല. 4 പച്ചമുളക് എടുത്തുണ്ട്, 2 വെള്ള ചീനിമുളക് എടുത്തുണ്ട്, ഒരു കാന്താരി. ഇതെല്ലാം അവിടെ നിന്ന് പൊട്ടിച്ചുകൊണ്ടെന്താ കാന്താരി മൂത്തിട്ടില്ല. അപ്പം അതൊക്കെ കൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരു 5 മിനിറ്റോളം തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വല്ലാതെ വെന്ത് ഉടയണ്ട. നമ്മളിതിലേക്ക് തേങ്ങ അരച്ചത്,
ഒന്ന് തിളയ്ക്കാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് തിള കയറി വരുമ്പോൾ നമുക്ക് തൈര് ഒഴിച്ച് വാങ്ങാം. ചെറുതായിട്ട് തിള കയറി വന്നിട്ട് നമുക്ക് 2 സ്പൂണ് തൈര് അധികം പുളിയില്ല, അതുകൊണ്ട് വലിയ 2 സ്പൂണ് തൈര് കേട്ടോ. പുളി നോക്കിയിട്ട് വേണം. ഇനി ഒന്ന് കുറച്ച് വയ്ക്കാം. കുറച്ച് മധുരം ചേർക്കാം. ഇത് ശർക്കര പൊടിച്ചെടുത്തതാണ്, ചുക്കും കൂടി ചേർത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇനി നമുക്കിതിന് 1 സ്പൂൺ വെളിച്ചെണ്ണ, അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കറി റെഡി ആയി കേട്ടോ. ഓക്കേ.